ഇപ്പോൾ പുസ്തക പ്രകാശനം നടന്നു. പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനവും പ്രകാശന കർമ്മവും പ്രമുഖ കവി മാധവൻ പുറച്ചേരി നിർവഹിച്ചു. പത്മശ്രീ പുസ്തകശാല പ്രസിദ്ധീകരിച്ച ലസിത വിശ്വരാജിന്റെ കനലെരിയുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങ് അലാംപള്ളി രാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത്. അനാമിക വിശ്വരാജ്, പി ശ്രീലക്ഷ്മി എന്നിവരുടെ പ്രാർത്ഥനാഗാനത്തോടെ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിച്ചു. പ്രമുഖ കവി മാധവൻ പുറച്ചേരി പ്രകാശന കർമ്മവും ഉദ്ഘാടനവും നിർവഹിച്ചു. ഡോക്ടർ പി മഞ്ജുള കവിതാ സമാഹാരത്തിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചു. ചിലരയക്കുന്ന സ്നാപ്ചാറ്റ് പോലും കവിതയാണ്, കവിതയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം കവിതയ്ക്ക് അങ്ങനെ പ്രത്യേക നിർവചനങ്ങളൊന്നുമില്ല. ഏതും കവിതയാകാൻ സാധ്യതയുള്ള ജീവിതത്തിലെ ചില അനുഭവങ്ങളെ, ചില അന്തരീക്ഷങ്ങളെ ആവിഷ്കരിക്കാൻ, അനുഭൂതികളെയൊക്കെ പറഞ്ഞു വെക്കാനുള്ള ഒരു മാധ്യമമാണ് കവിത എന്ന് പറയുന്നത്. അതിന് നിരവധി ഇപ്പൊ ഇവിടെ വന്നു ചേർന്നവരിൽ പലരും ചിലപ്പോൾ ഞങ്ങൾ കവിത വായിക്കാറില്ല, ഇത് ഈ ലസിത വിശ്വരാജിനോടുള്ള ബന്ധം കൊണ്ട് വന്നവർ, അത്ര സാധ്യതകൾ ധാരാളമാണ്. സുഹൃത്തുക്കള് ഇവരൊക്കെ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളൊക്കെ എഴുതി വരുന്നൊരു സമയത്ത് കവിത എഴുതുമ്പോൾ അയാൾക്ക് എന്തോ തകരാറുണ്ട് എന്ന് കണ്ടിരുന്ന ഒരു സമൂഹമാണ്. ഞാൻ 81 മലയാളത്തിലെ ഒരു വാരികയിൽ ആദ്യം എഴുതുന്നത്. 16-ാമത്തെ വയസ്സിൽ എന്തോ ചക്കനെ പഠിച്ചു പോയിട്ടുണ്ട് എന്ന് മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. കവിയും പത്മശ്രീ പുസ്തകശാല ചെയർമാനുമായ നാലപ്പാടം പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യുവകവി സുനിൽ എലേരി പുസ്തകാവതരണം നടത്തി. കവയിത്രി ലസിത വിശ്വരാജ് മറുമൊഴി ഭാഷണം നടത്തി. റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരൻ മാങ്ങാട് സ്വാഗതവും വിശ്വരാജ് പുതിയ കണ്ടം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.